എന്റെ വാല് കേൾക്കുന്ന സഹോദരാ, ആ നിലക്ക് കണ്ടതും കേട്ടതും മസിലില്ലാതെ അഡ്രസ് ഇല്ലാതെ പറയുന്ന ഞങ്ങളെയും നിങ്ങളെയും അല്ലാഹു എങ്ങനെയാ പറയുക? എന്തെങ്കിലും ഒരു വിഷയമായിട്ട്, ഒരു വാർത്തയായിട്ട്, ഒരു വിഷയവുമായിട്ട്, അതേ ഒരു ന്യൂസുമായിട്ട് ആരെങ്കിലും ഒരാള് വന്നെങ്കിൽ എന്നല്ല അല്ല ചൊന്ന്, ആരെങ്കിലും ഒരാള് വന്നെങ്കിൽ എന്നല്ല അല്ല ചൊന്ന്, ഏതെങ്കിലും ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഏതെങ്കിലും ഒരാളെ കടത്തിയെങ്കിൽ എന്നല്ല അല്ല ചൊന്ന്. ഫാസിഖോൻ ഒരു ഫാസിക്ക് കടത്തിയെങ്കിൽ അങ്ങനെ നിങ്ങളൊട്ട് ചൊന്നെങ്കിൽ ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ ബാക്കിൽ പോയിട്ട് പഠിക്കണോ. പഠിക്കാതെ ചൊല്ലണ്ട, പഠിക്കാതെ പായണ്ട, പഠിക്കാതെ ഷെയറാക്കണ്ട, സെൻഡാക്കണ്ട. അതിന്റെ അപ്പുറം അല്ലാഹു പറയുന്നുണ്ട്, ഇനി ഇതുപോലെ നിങ്ങൾ അറിയാതെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ബെർല കടിക്കണാവോ, പിന്നെ നിങ്ങൾ ഖേദിക്കണാവോ, ബേജാറാവോ. അഭിപ്രായല്ലേ, ഗടിപിടിയായല്ലേ, അമ്പർപ്പായല്ലേ, നിങ്ങൾ പിന്നെ ഖേദിക്കോ. അതുകൊണ്ട് മുന്നമേ ആൽച്ചനാക്കണോ? ഇത് ഖുർആനാ. അപ്പൊ അതെല്ലാം സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്ത് നല്ല വിശുദ്ധമായ ജീവിതം നയിച്ച മഹാന്മാരാണ് അള്ളാന്റെ ലോകം കണ്ട ഉലിയാക്കള്. ആ ഉലിയാക്കളിൽ ഏറെ പ്രധാനപ്പെട്ടവർ, ലോകത്തിന്റെ ഉലിയാക്കളുടെ 4 നേതാക്കളിൽ രണ്ടാമനായ മഹാനായ ശംസുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ അൽ-റിഫായി. ലേട്ടായ പോട്ടായമായ അല്ല, കുറേ ആൾ ജനം നല്ല പോയിട്ടുള്ള നീ നിങ്ങൾ നോക്കണ്ട, നക്ക കണ്ടത് നിങ്ങൾ തന്നെ നോക്കൂ. അല്ല അങ്ങനല്ല. പിന്നെ 1-2 ആൾ മൊബൈൽ എടുത്തോണ്ട് പോയാൽ ഇങ്ങനെ കേൾക്കില്ല ഇപ്പം വണ്ടേന്ന് ഫോണേ വന്നിട്ടില്ല വെറുതെ. അത് ഇങ്ങനത്തെ ഫംഗ്ഷനിലല്ലോ ജോറ്. പള്ളിയുടെ റാത്തിബ് നടക്കുമ്പോൾ, ദിക്ർ നടക്കുമ്പോൾ, നാളെ നോക്കൂ ദഫ് പോലെ നടക്കുമ്പോൾ കുറച്ച് നോക്കൂ, 4 സ്റ്റെപ്പ് നോക്കൂ. 4 സ്റ്റെപ്പ് നോക്കുക. പിന്നെ മെല്ലെ ഹലോ വേണ്ട ഹലോ എന്താ ഹലോ, ഫോൺ വന്നിട്ടേ ഇല്ല, ഹലോ. ഇത് വെറുതെ ഊടുന്ന് ജാറോ വേണമായിട്ട് ഔട്ടോ വേണമായിട്ട് സ്കൂട്ടോ വേണമായിട്ട് എടുത്ത പണി ഇത്. ഓൻ വിചാരിച്ച ഓണക്ക് മാത്രം മൂക്കൂന്ന്, ഊട് തരിമൂക്കും ഞങ്ങൾക്കും കൊണ്ട് ഓണക്കൊന്തേ ഇല്ല. നിങ്ങൾക്ക് ഡൗട്ടുണ്ടാ? നാളെ മറ്റൊന്ന് റാത്തി നടക്കുമെന്ന് നോക്കുറീங்க. സ്വർഗത്തിന്റെ തോപ്പിൽ കുറച്ച് നേരം സബർ എടുക്കും ഇൻഷാ അല്ലാഹ്. ഇങ്ങനത്തെ ഒരു ചാൻസ് ഞങ്ങൾക്ക് എപ്പോഴും ഇല്ലല്ലേ. ഇത് വലിയൊരു തൗഫീഖല്ലേ. ഇണ്ടത്തെ സുബൈന്ന് പിടിച്ചിട്ട് വേണ്ട. ഇന്നലെ ജാവു 8:30 ഗಂಟೆ മുതൽ ഇന്നത്തെ ജാവു 8:30 ഗಂಟೆ വരെ 24 മണിക്കൂറായി. ഈ 24 മണിക്കൂറിന്റെ ഇടയില് ഞങ്ങളെ സമയത്ത് ഒരുപാട് കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തോ, കൈകൊണ്ട് തെറ്റ് ചെയ്തോ, കാതുകൊണ്ട് തെറ്റ് ചെയ്തോ, നാവ് കൊണ്ട് തെറ്റ് ചെയ്തോ. എന്നാൽ ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ ഈ 2 മണിക്കൂർ ഈ സമയം ഞങ്ങൾ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല, കാതുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല, കൈകാലുകളെ കൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല. ഒരനുഗ്രഹീതമായ സുവർണവേളയാണിത്. അതാ പറഞ്ഞേ, ഊടെ വന്നിട്ട് ദയിക്കോ. മനസ്സുണ്ടെങ്കിൽ മാത്രം മയ്യാവല, ടൈം ഉണ്ടെങ്കിൽ മാത്രം മയ്യാവല. മേലായ റബ്ബിന്റെ തൗഫീക്ക് വേണോ? കാരണം ഇതൊരു അവർണ്ണനീയ നിമിഷം, ഇതൊരു അതുല്യ നിമിഷം, ഇതൊരു പവിത്രമായ നിമിഷം. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ പോരിശയാകപ്പെട്ട സമയം. പടച്ച റബ്ബ് മരണം വരെ കണ്ണടക്കുന്നത് വരെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലാഹു തൗഫീക്ക് ഏറ്റിത്തരട്ടെ, ആയുസ്സേറ്റിത്തരട്ടെ, അവസരങ്ങളേറ്റിത്തരട്ടെ, ഇൽമേറ്റിത്തരട്ടെ. ഇത് വലിയ ഭാഗ്യമാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് വന്നിട്ട് ഏകദേശം 1000 വർഷത്തോളമായി ഹിജ്റ 500-ൽ ജീവിച്ച മഹാനാണ്. ഹിജ്റ അപ്പോ 500-ൽ ഇപ്പൊ എത്ര ഹിജ്റ മാലൂം നഹി. ക്രിസ്തശക 2023 അതല്ല ബൈ ഹാർട്ട് അല്ലേ എപ്പോഴും നിന്റെ പെറ്റോ അത് 1899. അവ പട്ട അറബി ചൊല്ലോ. എന്ത് അറബി? ഏതറബി? എന്തറബി? ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 12 ചൊല്ലോ, ബാക്കി ഏത് തിങ്ങോം ചൊല്ലോ എന്നൊക്കെ അറബി കേൾക്കുറൂല. സത്യത്തിൽ അറബി മാസം നമ്മളെ സംബന്ധിച്ചോ, അറബി മാസം, അറബി മന്ത്,
അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധമുണ്ട്. അത് പഠിക്കണം. എൻ്റെ കൊന്തുണ്ടാ ഞങ്ങൾ നോമ്പ് അറബി കലണ്ടർ അനുസരിച്ചിട്ടാണ്, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചിട്ടല്ല. വേണ്ട സാർ, അവിടെ നോക്കൂ സാർ, കൈതട്ടി മറിഞ്ഞോ. ഞങ്ങളെ സക്കാത്ത് അതും അങ്ങനെ. മനസ്സിലായി എനിക്ക്? ഞങ്ങളെ പെണ്ണിന്റെ മാപ്പിള മരിച്ച് അല്ലെങ്കിൽ അവളെ മാപ്പിള അളക്കിയിട്ട് പോയി എന്നുണ്ടെങ്കിൽ ഇദ്ദരിക്കണ്ടേ? ആ ഇദ്ദന്റെ കണക്ക് 4 മാസമായെങ്കിലും 3 മാസമായെങ്കിലോ ആ കണക്ക് ജനുവരി ഫെബ്രുവരി അനുസരിച്ചിട്ടല്ല, അറബി തിങ്ക അനുസരിച്ചിട്ട് അല്ലേ? അപ്പൊ അറബി തിങ്ക പഠിക്കണേ വേണ്ടേ? ഞങ്ങൾക്ക് എന്താ അറബി? കേക്കുറോല്ലോ 12 മാസം 12 മാസം പോടോ. നേരെ മര്യാദയ്ക്ക് ഒരു ഫാത്യ പണ്ടത് കേക്കുറോല്ലോ എന്നിട്ട് യാസിന് പണ്ടത് കേക്കുറു. വയസ്സ് എത്ര? 45. യാസിന് ഓതുമ്പോ സർക്കാർ ഗ്രൗണ്ട് വന്ന പോലെ തീരെയില്ല. പോ വായത്തുല്ലോ മന്നാമല്ല വായത്തുല്ലോ മുല്ലയിലോ. ഇല്ലേ ഇല്ലേ യാസിന് തീരെയില്ല. എന്താ പണ്ടില്ലേ? ബാക്കിയെല്ലാം പണ്ട് 85 കഴിഞ്ഞ കളവ വയസ്സ. അയാൾ ഇന്നലെ കിടാറ് വിളിച്ചുണ്ടാ എന്നോ ഇലവാ ഉമ്മ ഇലവാ എന്റെ പോവ എന്തല്ല ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്ന് ഇൻസ്റ്റാൾ ആക്കുമ്മ. അവൻ ഇൻസ്റ്റാൾ ആക്കി അയാൾ അപ്പം സെൻറ്റാക്കി മത്തൈറ. അയാൾക്ക് പിടിയുമായി എല്ലാം കറക്റ്റായി. യാസീന് അത് ബണ്ടില്ലേ ഉസ്താദ്, അത് പഠിക്കോ ടൈം കിട്ടിയിട്ടില്ല ഉസ്താദ്. ഇതങ്ങനെ പഠിച്ചു? നീ ഇതങ്ങനെ പഠിച്ചോ? എന്നാ അത് പഠിച്ചല്ലേ എന്റെ ശങ്കി പോണ്ട നാളെ സ്വർഗത്തുക്ക്. അതാണ് ഈമാന്, അതാണ് ഈമാൻ. അതാ ക്രിയാനാകണ്ടിയ, അതാണ് കറക്റ്റ് ആകണ്ടിയ. ഞങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല ഉസ്താദ്. മയ്യാവും അതിങ്ങനെ മയ്യാവും. അമ്മ 10, 50 ആണ്ടായി, 60 ആണ്ടായി, 40 ആണ്ടായി നിസ്കരിച്ചോണ്ടുള്ള ഇന്നോളം അയാൾ അത്തയാത്ത് ഓതുറമ്മ എന്തോദ്രമ കണ്ട അയാൾ ഓതുறது അങ്ങനെ ഒരു പൊന്തിക്കൾ എന്തോ നിങ്ങൾ സെപ്പറേറ്റ് വിളിച്ചിട്ട് ഹൗലിൻ്റെ കല്ലിൽ ദൈ പട്ടിരിക്കണം. അത്തയാത്തൊന്നും എല്ലാം ഓതുറും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എന്നൊക്കെ കണ്ട് ഞാനത് തിദ്ര ഞാൻ ശരിയാക്കണം. നിങ്ങൾ ഓതുറുള്ള ബണ്ടേ ഇല്ല. അപ്പം ഇത്ര നാക്കാളും കുളിയാക്കിയ എന്തത് ഈ പൊന്തിച്ചെന്തത് വെറുതെ ഞാൻ തമാശാക്കുന്നല്ല. പഠിക്കണം. നാളെ അല്ലാതെ എടുക്കല് അറിവില്ലാതെ കണ്ട് ചെയ്ത ഇബാദത്ത് ഷർത്ത് ഫർളറിയാതെ, ഓതണായ കാര്യം അറിയാതെ, ചൊല്ലണായ ദിക്ററിയാതെ, പാടണായ പാട്ടറിയാതെ, അതിന്റെ ശരിയായ രൂപഭാവ ഹാവഭാവ അറിയാതെ ഞങ്ങൾ ചെയ്യുന്ന ഏത് അമലായെങ്കിലും അതല്ലാഹ്ക്ക് വേണ്ട. അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. പഠിച്ചിട്ടേ ചെയ്യണോ? ആ പഠിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ വയലിന്റെ സദസ്, പള്ളി ദർസ്, പള്ളി മദ്രസ. അതാ പറഞ്ഞ ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പാണെന്ന്. നിസ്കരിക്കണമെങ്കിലോ ഇൽമു വേണോ, നോമ്പ് നോക്കണമെങ്കിലോ ഇൽമു വേണോ, ഖുർആൻ ഓതണമെങ്കിലോ ഇൽമു വേണോ, മഹാന്മാരെ അറിയണമെങ്കിലും ഇൽമു വേണോ. അപ്പൊ ഇൽമിനാണ് വലിയ പ്രാധാന്യം. അവിടെ പള്ളി കെട്ടുന്നതിലേക്ക് വലിയ കൂലിയില്ല. പള്ളി അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ നാടിൻ്റെ പള്ളി മനോഹരമാണ്. നല്ലോണം കെട്ടപ്പെട്ടിട്ട് നല്ല നിലക്ക് ഉയർത്തപ്പെട്ടു. അൽഹംദുലില്ലാഹ് വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ അത് തുടക്കം കുറിച്ചു, നമ്മുടെ നാടിന് സമർപ്പിച്ചോ അല്ലേ? അല്ലാഹു തആല ഈ പള്ളി നമ്മുടെ നാടിന്റെ മറ്റു ദീനിയായ കാര്യങ്ങളൊക്കെയും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. വലിയ കാര്യമാണ്. പക്ഷേ അവിടെ പള്ളി നിർമ്മിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ അവിടെ ഒരു പള്ളി കെട്ടട്ട, എന്ത് ഗസ്റാമ്പി വേണ്ട, ഉടമ പറഞ്ഞോ എന്റെ കൊണ്ടുണ്ടാ. എത്ര ദൂരം നടന്നിട്ട് നിങ്ങൾ പള്ളിക്ക് പോയാറ് അത്ര നിങ്ങളെ ചവിട്ടടിക്ക് കൂലിയാറ്. അതേ സമയത്ത് ഔഡ ഭരണായ ബിൽഡിംഗ് ഏത് കൊണ്ടുണ്ടാ? ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്, വിദ്യാലയങ്ങളാണ്, മദ്രസകളാണ്. മദ്രസ കാലി. ഒരു 8 വർഷം മുന്നോളി 7ാം ക്ലാസ്സോളം ഇത്തോടെ ഇപ്പൊ 5ാം ക്ലാസ്സിലുള്ള ഓർത്ത അവൻ ചൊന്നിട്ടുള്ള 6ാം ക്ലാസ്സിക്ക് നാണില്ല. ഇൻഷാ അല്ലാഹ് ഇതിനൊരു 5 വർഷം കഴിഞ്ഞ് ബീഗ അവിടെ ഒരു ബോർഡും വെക്കണോ. ഇതിൽ ഒരു കാലത്ത് മദ്രസായ 10th ഒരു ബോർഡും വെക്കണോ കദ്രി പാർക്കിൽ വെച്ച പോലെ. കാരണം എന്താ? ഇൽമു പോയി, ഇൽമു ഉയർത്തപ്പെട്ടോ.
ഈ ലോകത്തിന്റെ നാശത്തിന്റെ തുടക്കമാണത്. ഈ ലോകം അവസാനിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണമാണത്. പിന്നെ ഉയർത്തപ്പെടുക, അറിവില്ലാതെ പോവുക, ദർസുകൾ സ്തമിച്ചു പോവുക, മദ്രസകൾ കുറഞ്ഞു പോവുക, അറിവിന്റെ സാഗരങ്ങളായ ജ്ഞാനപടുക്കളായ വലിയവരായ ആലിമീങ്ങൾ ലോകത്തോട് വിട പറയുക. അത് ലോകത്തിന്റെ നാശമാണ്, അത് ഈ ലോകത്തിന്റെ അവസാനമാണ്. ഖാല റസൂലുള്ളാഹ്. എന്നാൽ ഹിജ്റ 500 ജീവിച്ച മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനായ വ്യക്തിയാണ്. പകരം വെക്കാനില്ലാത്ത മാധുരി മഹാനാണ്. ജീവിതം വിശാലമാണ്, ഖറാമത്തുകളെമ്പാടുമാണ്, നീണ്ട കാലം ജീവിച്ചവരാണ്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കാലവും പ്രബല അഭിപ്രായം അനുസരിച്ച് മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ കാലവും ഇന്ത്യയുടെ സുൽത്താനായി മുത്തുനബി തങ്ങൾ പറഞ്ഞേച്ച മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ കാലവും മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ കാലവും ഒന്നാണ്. ഹിജ്റ 500 ചൊന്നെങ്കിൽ എന്തോ റസൂലുള്ളാഹി തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയിട്ട് അതര പേരാണ് ഹിജ്റ. ആ ഹിജ്റ പോയിട്ട് 500 വർഷം കഴിഞ്ഞ പിന്നെ ലോകത്ത് വന്ന മഹാന്മാരാണ് ഈ മഹാന്മാർ. ഞങ്ങൾ എപ്പോ വന്നോ? ഞങ്ങൾ ഹിജ്റ 1400 ചില്ലാന വർഷം കഴിഞ്ഞിട്ട് ഭൂമിയിൽ വന്നങ്ങ ആര് ഇന്ദിന തലമാറു അങ്ങ ഹിന്ദിന തലമാറു. 1000 ആണ്ടുകളോളമായി ആ മഹാന്മാർ ലോകത്ത് വന്നു പോയിട്ട് ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം വെച്ച് നോക്കുമ്പോ ഈ 4 മഹാന്മാരും ഒരേ കാലക്കാരാണ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരു കാലത്ത് 6 മാസമോ 3 മാസമോ ശിഷ്യത്വം സ്വീകരിച്ച ആളാണ് മഹാനായ അജ്മീർ ഖാജ. ഇന്ത്യയുടെ സുൽത്താൻ. അല്ലാഹു തആല മഹാനരുടെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. എന്നാൽ ആ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ കാലക്കാരനാണെന്ന് മാത്രമല്ല, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ബന്ധുവാണെന്ന് കൂടി പറയപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെക്കാളും പ്രായം കൂടുതലുള്ള മഹാനാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ജനിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തിന്റെ മുമ്പിൽ കറാമത്ത് കാട്ടിയ മഹാൻ. ജീവിതം വളരെ വിശുദ്ധമാണ്, എല്ലാവരോടും സ്നേഹമായിരുന്നു. മനുഷ്യരോട് മാത്രമല്ല, ഈ ലോകത്ത് കാണുന്ന പക്ഷികളോട്, പറവകളോട്, എല്ലാത്തിനോടും വലിയ ഇഷ്ടം. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു നായ, ചരിത്രം നിങ്ങൾ പലവട്ടവും കേട്ടവരാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു നായ, സുബ്ഹാനല്ലാഹ്, പുഴുവരിച്ച് നാറിയിട്ട് ദുർഗന്ധം വമിക്കുന്ന നായ. ഞങ്ങൾ നേരെയുള്ള ക്ലിയറുള്ള നായിനെ ഞങ്ങൾ തൊടുന്നില്ല. തൊടുന്ന നിങ്ങൾ നല്ലോണം തലല്ല ആട്ടിയാവല്ലേ, നിങ്ങൾക്ക് നല്ലോണം ബേജാറാ നേർ. ഇല്ല, എൻ്റെ നായിൻ്റെ അരസല്ല, നായിൻ്റെ ഞങ്ങൾക്ക് അരസല്ല. നായിനെ കല്ലെടുത്തിട്ട് എറിയവും വേണ്ട. അത്യാവശ്യ ഘട്ടത്തിൽ നിനക്ക് നായി എന്താക്കാം പോറ്റ. അല്ലാതെ ഇന്നത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈൽ, അതായത് നായി മേങ്ങിയിട്ട് വലിയ സെൽഫെല്ലാം വെച്ചിട്ട് പൂച്ച കുറെ നായി ഇതൊന്നും പാടില്ല. പൂച്ച അത്യാവശ്യം അൽഹംദുലില്ലാ പോറ്റ, പ്രശ്നമൊന്നുമില്ല. കാട്ടുപൂച്ച വളർത്താൻ പാടില്ല എന്നാണ് ഹദീസിലുള്ള. നാടൻ പൂച്ച, ഞങ്ങൾ ഇന്നത്തെ പെർഷ്യൻ പൂച്ച, അതെല്ലാം ഒരു അലങ്കാരത്തിന്, ഒരു മനസ്സമാധാനത്തിന്, കാണാനൊരു കുളിർമക്ക്, പക്ഷികളുടെ കളകളാരവം കേട്ടിട്ട്, അതിൻ്റെ കിളിനാദം കേട്ടിട്ട്, അതിൻ്റെ ചലവിലെ രാഗം കേട്ടിട്ട് നിനക്കൊരു സമാധാനമെല്ലാം കിട്ടുന്നെങ്കിൽ, അതിനെ മട്ടം പോലെ ഫുഡും കാര്യമല്ല അറേഞ്ച്മെൻറ്റ് ആക്കുന്നെങ്കിൽ നിനക്ക് കിളിനെ കൂട്ടിലിട്ടിട്ട് പോറ്റ, തെറ്റൊന്നുമില്ല. അതിനെ നീ ബുദ്ധിമുട്ടാക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ പോറ്റൽ ഹറാമാണ്. അതുപോലെ തന്നെയാണ് പൂച്ചയും. ഏത് പൂച്ച? നമ്മൾ ഈ പൂച്ച. എന്നാ നായി നോ, പറ്റല. കള്ളന്മാരെ ഹാവളി ഉണ്ടെങ്കിൽ കള്ളറ ഹാവളി, അല്ലെങ്കിൽ ഭയഭീതി ആവളി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ആവശ്യം ഇങ്ങനെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നായി പോറ്റ. കൃഷിന്റെ കാര്യത്തിനെല്ലാം നായി പോറ്റ, അല്ലെങ്കിൽ നായി പോറ്റാൻ പാടില്ല. കാരണം എന്താ? ലാ യദ്ഖുലുൽ മലായിക, അല്ലാഹുവിന്റെ മലായികത്ത് നിങ്ങൾ നായുള്ള പുരക്ക് കിടക്കല. ജാഗ്രത. ഫോട്ടോ ഉള്ള പുരയിലേക്കും അല്ലാഹുവിന്റെ മലായികത്ത്, റഹ്മത്തിന്റെ മലായികത്ത് പ്രവേശനമില്ല. ഖാല റസൂലുള്ളാഹ്. ഫോട്ടോ വെക്കാൻ പാടില്ല, ഫോട്ടോ വെക്കാൻ പാടില്ല. ഏത് ഫോട്ടോ?
താജ്മഹലിന്റെ ഫോട്ടോ അല്ല, പരിശുദ്ധ റൗളയുടെ പച്ചക്കുബ്ബയുടെ ഫോട്ടോ അല്ല, കഅബാലയത്തിന്റെ ഫോട്ടോ അല്ല, നിന്റെ ഇന്നോവ കാറിന്റെ ഫോട്ടോ അല്ല, അത് വെച്ചോ ജീവനുള്ളതിന്റെ ഫോട്ടോ വെക്കരുത്, തൂക്കരുത്. അത് മഹാനായ വലിയുള്ളാഹി കലന്തർ ഷാ വലിയുള്ള തങ്ങളെ ജാവകല്ലുപ്പാപ്പാന്റേതായാലും ശംസുൽ തങ്ങളതായാലും ഉള്ളാളത്തെ തങ്ങളതായാലും ആരതായാലും ഫോട്ടോ വെക്കരുത്, അത് തൂക്കിയിടരുത്. അപ്പൊ ഫോട്ടോ എടുക്കണ്ടേ? നിങ്ങളത് ഫ്ലക്സിൽ കണ്ടില്ല, പാടില്ല, പാടില്ല. അത് വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. പിന്നെ ചില മനുഷ്യന്മാർ ചില വലിയ വലിയ ആലിമീങ്ങളെ ഫോട്ടോ വെച്ചിട്ടൊന്നു ഫ്ലക്സ് ആക്കിയെങ്കിൽ അങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ചില ആൾമാരുണ്ടോ, അങ്ങളെ വയല് മാത്രം കേക്ക് വേണമായിട്ട് പണ്ട ആൾമാരുണ്ടോ. അപ്പൊ അങ്ങനത്തെ ചില വജിഹുണ്ടെങ്കിൽ, ചില ഹൈസിയത്തുണ്ടെങ്കിൽ, ചില ഗുണമുണ്ടെങ്കിൽ ഫോട്ടോ വെക്ക, അല്ലാതെ മുത്തുലക്കൻ നിരുപാധികം ഫോട്ടോ വെക്കരുത്, പാടില്ല. പ്രത്യേകിച്ച് പറന്റെ ഉള്ളില് ഞങ്ങൾ ആ ഉത്തരവുകൾക്ക് പോയിട്ട് ആ സെൽഫ് നോക്കറോല പോയിട്ട് ബഹ്റൈനിൽ നിന്ന് മോണ് കടത്തിയ കുതിര, ദുബൈയിൽ നിന്ന് മൺമോണ് കടത്തിയ ആന, ഇവിടെ ഉറുസുക്ക് പോയിട്ട് അമ്മായി മേങ്ങിയ കോഴി എല്ലാം ഉണ്ട്. അതിൻ്റെ പെറോള് 85 വയസ്സായ അബ്ബറ ഫോട്ടോ ഉണ്ട്. ഓർമ്മക്ക് വെച്ചവളം ഓർമ്മക്ക് ഒക്കെ അങ്ങനെ നീ ഓർമ്മിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ റഹ്മത്തിന്റെ മലായിക്ക അതിൽ പോയിക്കൊണ്ടില്ല റബ്ബർത്തല. അല്ല ഉസ്താദ് പെട്ടിയിൽ വെക്കാമോ? പെട്ടിയിൽ ആ പാക്കറ്റില ബൈ എടുത്തെങ്കിൽ അങ്ങനെ ബൈ, എടുക്കണമെന്നല്ല, എടുത്തിട്ടുണ്ട് അങ്ങനെ ബൈ, അല്ലാണ്ട് തൂക്ക തീറ. അത് മഹാന്മാരാണെങ്കിലും പാടില്ല. നായിയും അതുപോലെ തന്നെ ഫോട്ടോകളുമുള്ള വീട്ടിൽ മലായിക്കത്തീങ്ങൾ കിടക്കില്ല. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം നായിനെ കല്ലെറിയണോന്നല്ല, നായിനെ അകറ്റണോന്നല്ല, നായിനെ നീ ഉപദ്രവിക്കണമെന്നല്ല. നായി എന്നത് അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് നല്ലോണം പരിഗണിക്കേണ്ടി വരാം. എപ്പോ ഉദാഹരണക്ക് നിന്റെ കയ്യിൽ ഒരു ചെമ്പ് തണ്ണിയുണ്ട്, അത് ഉള്ളെടുക്ക മാത്രം അയ്യാവും, വേറെ തണ്ണി കൂടെ അവിടെ ഇല്ല. ആ ടൈമിൽ തായിച്ചിട്ട് നാവ് പുറത്തേക്ക് ഇട്ടിട്ട് നാവ് നീട്ടിയിട്ട് ഒരു നായും അവിടെ വന്ന് നിന്റെ എതിർക്ക് അതിനെ കാണുമ്പോഴത്തേക്ക് കൊണ്ടുത്താവൂ അതൊക്കെ തായ്ച്ചിരുന്നല്ലോണോ. ഈ തണ്ണി ഓടുന്ന ഒരു ഗ്ലാസ് തണ്ണി കിട്ടിയില്ലെങ്കിൽ അത് ചത്തിട്ട് പോകുന്നു. എങ്കിൽ നീ ഒതെടുക്ക തീരാ, നിന്റെ കയ്യിലുള്ള ഒതെടുക്ക വേണായ തണ്ണി അത് നായി കൊടുക്കണം. നീ എന്താക്കണോ? നിസ്കരിക്കണ്ടേ? നീ ടൈമാക്കണോ? നീ ടൈമും ചെയ്തിട്ട് നിസ്കരിക്കണോ? അത്ര കണ്ട് ജീവികളോടല്ലാവൂ കാരുണ്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ മഹാനായ റിഫായി ശൈഖ് തങ്ങള് ഇതുപോലെ എപ്പോൾ എല്ലാവരോടും വലിയ സ്നേഹ, ഒരാളെയും വെറുത്തിട്ടില്ല. മഹാൻ കഴിവതും സഹായിച്ചു. നാട്ടിലൂടെ തേരാ പാര നടക്കുന്ന ഒരു നായ പുഴുവരിച്ചിട്ട് ചീഞ്ഞിട്ട് നാറിയിട്ട് ദുർഗന്ധത്തോടെ പായുന്നൊരു നായ, ആ നായയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് 40 ദിവസത്തോളം കെട്ടിയിട്ടിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്തു. ഓയിൽമെന്റ് പുരട്ടെ ടൈഗർ പാമ്പ് തേച്ചിട്ട് സുഖപ്പെടുത്തുന്നു. എല്ലാം ക്ലിയറായി ഭേദപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ 40 ദിവസത്തെ ചികിത്സക്ക് ശേഷം, പരിചരണത്തിന് ശേഷം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതിനെ അയച്ചുവിടുന്നു. അപ്പൊ ഉസ്താദെ അയാൾ നായി തൊട്ടിട്ടു, അപ്പൊ 7 വട്ട കളുകണ്ടേ? കളി കിട്ടിക്കോ, നിക്കന്തി പോലും ബേജാറ്. അല്ല ഉസ്താദ് ഒരു വട്ടം മണ്ണ് അതെല്ലാം കിട്ടിക്കൂല, അതെല്ലാം കിട്ടിക്കൂ. അതിന്റെ ഇടയിൽ ഈ പണിയെടുത്ത് ഞങ്ങളെ പോലെ കാണുമ്പോ നായിക്ക് കല്ലെറുന്ന മാത്രമല്ല, പശുക്കൾക്ക് വരെ കല്ലെറിയുന്ന മനുഷ്യന്മാരുണ്ട്. മൂകപ്രാണികളാണവർ, മിണ്ടാപ്രാണികളാണവർ. തലമുറകളോളം അതിന്റെ ശാപം അനുഭവിക്കും. നീ മാത്രമല്ല, അറിഞ്ഞുകൊണ്ടുവന്ന് നീ വേദനിപ്പിക്കാൻ പാടില്ല. അതൊരു പെൽച്ചായിന്റെ കുഞ്ഞാണെങ്കിൽ പോലും, ഒരു തവളക്കന്റെ കുഞ്ഞായാൽ പോലും ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ട്. വണ്ടി ഓട്ടും അതിൻ്റെ അടിയിൽ എന്തെല്ലാം ഉണ്ട് കയറ്റിക്കൊണ്ട് പോകുന്ന തന്നെ. ജാഗ്രത ആയിക്കോ. അതിൻ്റെ ആ ഖേദം, ആ ശാപം നിനക്ക് മാത്രമല്ല തലമുറകളോളം വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒരിക്കലും ഒന്നിനെ വേദനിപ്പിക്കരുത്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ നിലക്ക് മാതിരിയാണ്. വലിയ മഹാനാണ്, പകരം വെക്കാനില്ലാത്ത മഹാനാ. ആ മഹാൻ സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയില് സ്വർഗത്തിന്റെ കിരീടം വെച്ചിട്ട് വലിയ പോസ്റ്റിൽ ഇങ്ങനെ ദയിച്ചിട്ട് കണ്ട്. ആറ് കൊന്തുണ്ടാ? ആറ് കണ്ടോ? ആ മഹാനരുടെ മുരീദീങ്ങളിൽപ്പെട്ട ഔലിയാക്കന്മാർ, മഹാനരായ അവരുടെ ഗുരു
മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുകയാണ്. രാജകീയമായ പ്രൗഢിയോട്, രാജകീയമായ തലയെടുപ്പോട്, നല്ല ഗണഗാംഭീര്യത്തില് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്നത് കണ്ടപ്പോ പിറ്റേന്ന് രാവിലെ അഭിഷേകം ചൊല്ലവേണായിട്ട് മുരീദുമാർ പോയാറ്. സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് ശൈഖ് അവറുകളെ കണ്ട വിഷയ, മഹാനവറുകൾ അവിടെ കണ്ട വിഷയ. അയാളൊട്ട് ചൊല്ലവേണായിട്ട് മുരീദന്മാർ പോയാറ്, ചൊല്ലവേണായിട്ട് പോയാറ്. ഞങ്ങൾ അവിടെ നിങ്ങളെ ഇന്ന സ്റ്റൈലില് കണ്ട, ഞങ്ങളെ ശൈഖായ ഞങ്ങൾ ഇന്ന പോസ്റ്റില് കണ്ട. അത് വലിയൊരു അഭിമാനമല്ലേ? അല്ലേ? ഞങ്ങളെ നാട്ട് റായത്ത് ഒരു കിടാവോ, അല്ലെങ്കിൽ ഒരു ബാല്യക്കാര, അല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ ഒരാള്, അല്ലെങ്കിൽ ഞങ്ങളെ കമ്മിറ്റിൻ്റെ ഒരു നേതാവോ, അല്ലെങ്കിൽ ഞങ്ങളെ ഉസ്താദ് വലിയൊരു പോസ്റ്റിലേക്ക് എത്തിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമല്ലേ? അല്ലേ? യെസ് ഓർ നോ? അല്ലേ? അതേപോലെ ആ മുരീദന്മാർക്കും ഭയങ്കര കൊസിയായി. അങ്ങ് പിറ്റേന്ന് സ്വഭി ഗണിച്ചിട്ട് എന്തൊക്കെയാ വന്നിട്ടുണ്ടാ ഈ വിഷയം ചൊല്ല വേണായിട്ട് പോയാ, ഈ വിഷയം ചൊല്ല വേണായിട്ട് നിങ്ങൾ നല്ലോണം ബച്ചിറാറല്ലേ? ഇപ്പം നിപ്പാട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 5 മണി പോകുന്നായി ഉസ്താദ്. എത്ര കണ്ടോളാ? അല്ല, നിങ്ങൾ മുന്നേ തീരുമാനാക്കിയ ടൈം ചൊല്ലൂറ്, ഇപ്പം തീരുമാനാക്കിയതല്ല. ഒരു അന്താജി ചൊല്ലോ. ഞാൻ ചൊല്ലാം ഇൻഷാ അല്ലാഹ്, ചൊല്ലാ എന്നെങ്കിലും. അല്ല, ടൈം ചൊല്ലൂറ് ആക്കാ, പോകുന്ന നേരം ആക്കാ ആവോ? അല്ല, ടൈം ചൊല്ലൂറ്. നിങ്ങൾ കടലിലെറിയുന്നെങ്കിലും കണക്ക് കൂട്ടിയിട്ട് അറിയണം. ടൈമല്ല ചൊല്ലണം. അതല്ല, എപ്പോഴും ഏതൊരു വിഷയത്തിനും കണക്ക് വേണം. കണക്കില്ലാണ്ടാവല്ല. അള്ളാഹു താല കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മഹാനായ റിഫായി ഞാൻ തിരിച്ചൊന്നോ ഞാൻ തിരിച്ചൊന്നോ ಗೋವಿಂದ, ನೀವು ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಿಂದ ಬಹುದೂರ ಹೊರಗಿದ್ದೀರಿ, ನೀವು ಕಿನ್ನಿಗೋಳಿಯಲ್ಲಿದ್ದೀರಿ. ഇങ്ങനെ പോയെങ്കിൽ ഇപ്പം ഇനി പട്രാജ ബേജാറാക്കണ്ട ഇൻഷാ അല്ലാഹ്. റിഫായി ശൈഖ് തങ്ങളെ ഉന്നതമായ സ്ഥാനത്ത്, സ്വർഗത്തിന്റെ ആ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് ശിഷ്യന്മാർ മുരീദീങ്ങളെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. ആ അഭിഷേക് ചൊല്ല വേണായിട്ട് സുബൈക പോയാറ്. ഖുറത്തുൽ അഹ്ബാബ് എന്ന കിതാബിന്റെ 7ാമത്തെ പേജിൽ ഈ ചരിത്രമുണ്ട്. ഖുറത്തുൽ അഹ്ബാബ് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ റിഫായി ശൈഖ് തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചരിത്രമുണ്ട്. ഈ വിഷയം ചൊല്ല വേണായിട്ട് ഈശന്മാർ അയാൾ ഔത്തുക്ക് പോയാർ. ആരൗത്തുക്ക്? റിഫായി ശൈഖ് തങ്ങൾ. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് തങ്ങളൊട്ടെ ഈ റിഫായി ശൈഖ് തങ്ങളെ കണ്ട സ്റ്റൈല്, അങ്ങളെ ശേഖറെ കണ്ട ബില്ല് സ്റ്റൈല്, അങ്ങളെ ആ മഹാനരോട്ട ചൊല്ല വേണായിട്ട് ഗേറ്റ് കടന്നിട്ട് പോകുമ്പോഴത്തേക്കു സുബ്ഹാന റബ്ബി. ശൈഖ് അവറുകളെ പെഞ്ഞായി, ശൈഖ് അവറുകളെ പെരടിക്കും മുളലടിച്ചോണ്ടുണ്ട്. മുളൽ പട്ടാന്ന് കുത്തിയോണ്ടുണ്ട്, പുളി വെട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും മുരീദന്മാർക്ക് ബേജാറായി. ഇത്ര വലിയ ആള് പെഞ്ഞയില്, സ്വന്തം പെഞ്ഞയില്ലേ? നിങ്ങൾ വിചാരിക്കണ്ട ഈ വിടാതെ അയാളെല്ലാം കണ്ടല്ല ചിരിച്ചിട്ട്. അത് ഔത്തുകെത്തി നോക്കണം. അയാളെ ശരിക്കും അറിയണമെങ്കിൽ ഞങ്ങനെ വന്നത് ആർക്കും വന്നു. ഇവിടെ കാണുമ്പോ എന്ത് ചിരിയാ അല്ലേ? മഹാനായ റിഫായി ശൈഖ് തങ്ങള് അയാളെ പെഞ്ഞായി അടിച്ചോണ്ടുണ്ട്, പറഞ്ഞോണ്ടുണ്ട്. ഇത് കണ്ടിട്ടാകുമ്പോ വന്ന് മുരീദ് എന്താക്കി വന്നിട്ടുണ്ടാ, നേരെ വാപ്പസ് പോയിട്ട് ബാക്കിയുള്ള മുരീദന്മാരൊട്ട് ശിഷ്യന്മാരൊട്ട് ചൊന്തു, ഞങ്ങൾ എല്ലാവരും ഒగ్గട്ടാണ്, ഉസ്താദിലൊട്ട പോകണം. ഉസ്താദിൻ്റെ ബറു ഞങ്ങളുടെ ഇടയിൽ ബറു, ക്ലാസ് എടുക്കുക ബറു, വിഷയം ചൊല്ല ബറു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ബറു. വന്നപ്പോൾ ഉസ്താദോട് ചൊല്ലണം, ഉസ്താദ് എത്ര പൈസ കൊടുത്തെങ്കിൽ മോശമില്ല, ആ പെണ്ണുങ്ങളെ വിടണം, ഇനി വേണ്ട. കാരണം ഈ ഒരവസ്ഥയിൽ ഞങ്ങളെ ശേഖനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബേജാറാണ് എന്ന് ചൊന്നിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താർ. മഹാനായ ശൈഖ് അവറുകൾ ഇവരുടെ സദസ്സിലേക്ക് വന്നിട്ടിരുന്ന പാട് മുരീദീങ്ങൾ, മുഹിബ്ബീങ്ങൾ ഈ കഥ പറഞ്ഞു. തങ്ങള് നിങ്ങളെ ഭാര്യയെ നിങ്ങളേതാ ഞങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതമായ പോസ്റ്റിൽ ഇരിക്കുന്നത് കണ്ട മഹന്മാരെല്ലാം സ്വർഗത്തിലാണ്, സ്വാലിഹീങ്ങളെല്ലാം സ്വർഗത്തിലാണ്, ഔലിയാക്കളെല്ലാം സ്വർഗത്തിലാണ്. ആ ഉന്നതമായ സ്വർഗത്തിന്റെ വലിയൊരു പോസ്റ്റില് വലിയൊരു ദർജല നിങ്ങൾ ദയിച്ചിട്ടുള്ളാറ്.
ഞങ്ങളെ ശേഖവറുകളായ അഹമ്മദുൽ കബീർ റിഫായി എന്ന നിങ്ങതയിച്ചിട്ടുള്ളാറ് ഇത് ചൊല്ലവേ ഇത് കണ്ട ഞങ്ങ കിനാവല് കണ്ട ഞങ്ങ ഇത് ചൊല്ലവേണായിട്ട് നിങ്ങൾ ഔത്തുക പറയുമ്പോ നിങ്ങളെ വെഞ്ഞായി നിങ്ങളെ മുതുകത്തുക ചവിട്ടിയോണ്ടുണ്ടോ നിങ്ങളെ പെർഡിക കുത്തിയോണ്ടുണ്ടോ ബായിക വന്നതല്ല ചൊന്നിട്ട് നിങ്ങളെ പറഞ്ഞുകൊണ്ടുണ്ടോ നിങ്ങളൊട്ടൊരു വിഷയമുണ്ടോ ഉസ്താദ് ശേഖവറുകള് ഈ കോലത്തിൽ ഞങ്ങൾക്ക് കാണു ബേജാറുണ്ടോ ഞങ്ങളെ മഹാനായ മനുഷ്യന് ഞങ്ങളെ മഹാനരായ മുറബ്ബി ശേഖ നിങ്ങളെ പെഞ്ഞായി നിങ്ങളെ അത് അടിച്ചിട്ട് ഇങ്ങനെ തല്ലുകൊണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ സഹിച്ചിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ മുന്നമേ ചൊന്ന് കേട്ടാ ഇങ്ങനെ ഉണ്ടോ അയാൾ ഗൗത്തു സമാധാനം ഇല്ല പെഞ്ഞായി നല്ലോണം ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുണ്ടോന്നു മുന്നമേ ഇങ്ങനെ ബിഷീൻത്ത് അപ്പൊ ഒന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല കാരണം എന്തേ ഇത്ര വലിയ ആള് അയാളെ പെഞ്ഞായി പിന്നെ അങ്ങനെ ആക്കുക ഇപ്പൊ ഞങ്ങൾ കണ്ടല്ലേ നിങ്ങൾ ചുട്ടുപിടിച്ച് തിരിക്കരുത് അതുകൊണ്ട് ശേഖവറുകളെ നിങ്ങൾ അവളെ വേഗ ഭദ്രടാക്കും എന്ത് കേട്ട് ആ കേട്ടതെല്ലാം ഞങ്ങൾ റെഡിയാക്കാം ഞങ്ങൾ സ്വരൂപിച്ചിട്ട് ഞങ്ങൾ കളക്ഷൻ ആക്കിയിട്ട് വാട്സപ്പിൽ ഞങ്ങൾ അപ്പുറപ്പുറം വിഷയാക്കിയിട്ട് ഇൻഷാല്ല വേണ്ടി അറേഞ്ച്മെന്റ് എല്ലാം ആക്കാം അവളെ ഇപ്പമേ വിടണോ അവ വേണ്ട എന്ന് ശേഖവറുകളോട് പറഞ്ഞപ്പോ റിഫായ് ശേഖ തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ റിഫായ് ശേഖ തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ ഉമ്മ കേട്ടോ പെങ്ങളെ കേട്ടോ പ്രത്യേകിച്ച് എന്റെ മുന്നിൽ വെച്ച മാപ്പിളമാരെ കേട്ടോ റിഫായ് ശേഖ തങ്ങൾ പറഞ്ഞു മക്കളെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാനതാ സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിലെ ഉയർന്ന പോസ്റ്റില് അല്ലാഹു തആല എന്നെ ഇരുത്തിയതായിട്ട് രാജകീയ കിരീടം ധരിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയതായിട്ട് നിങ്ങൾ കിനാവ് കണ്ടാറല്ലേ അത് നേരെന്നെയാണ് അത് സത്യം തന്നെയാണ് അത് പേക്കിനാവല്ല അത് ശരിയായ കിനാവാണ് ഞാൻ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു ഇരുത്തിയിട്ടുണ്ട് അതിന്റെ കാരണം എന്തുകൊണ്ടുണ്ടാ ആ സ്ഥാനത്തേക്ക് അല്ലാഹു തആല എന്നെ ഉയർത്തി എന്തുകൊണ്ടുണ്ടാ ഞാൻ നിസ്കരിച്ചത് കൊണ്ടല്ല എന്റെ നോമ്പ് കാരണമല്ല ദുസ്വഭാവിയായ പെഞ്ഞായിന്റെ വിഷയത്തിൽ നല്ലോണം സബറെടുത്തിട്ട് അവളൊട്ടിಗೆ കളിഞ്ഞതുക വേണായിട്ട് പടച്ച റബ്ബനക്ക് പ്രതിഫലമായിട്ട് ആ വലിയ ദർജ തന്ന അവളൊട്ടിಗೆ നാണ് സബറെടുത്തിട്ട് ജയിച്ചതുക വേണായിട്ട് ഇപ്പൊ നാളെ പുട്ടങ്ങെന്താവൂ ഇല്ല നാണ് ഇത്രല്ല സബറെടുത്ത അത് അല്ല പ്രതിഫലമായിട്ട് നക്കല്ല തന്നതായിട്ട് കിടാകൂലി ഇത് ചൊന്നിട്ടാകുമ്പോ ഒന്ന് രണ്ടാൾ അന്ത ജയിക്കൊള്ളാറ് ഉസ്താദിന്റെ വയല് കേട്ടെങ്കിൽ ഇനി ഞങ്ങൾ ഒരു 8 ആണ്ട് തല്ല് കൊല്ലണേ നിങ്ങൾ കൊല്ലണേ അടി സ്വർഗത്തിന് മേല് പിന്നൊന്നുണ്ടു അത് നിങ്ങൾക്ക് കൊള്ളലാന്ത് നിങ്ങൾ കെട്ടുമ്പേ ആൽച്ചനാക്കണായി നിങ്ങൾ കെട്ടുമ്പോ നോക്കിയൊന്തരോ അവളെ അബ്ബര തിങ്ങലുള്ള തേങ്ങ അവളെ തിങ്ങലുള്ള അടക്ക സ്വത്തു കാർബാർ അതിൻ്റെ ഇടക്ക് വാടമ ബീച്ചിക്ക് പോയിട്ടാകുമ്പോൾ എന്തോ ലിങ്കുമായി ടൈറ്റായി മംഗളമായി വേറെ എന്ത് നോക്കിയിട്ടില്ല ഇപ്പോ അടി ഇടി എന്നെ സബറെടുക്കണേ ഒന്നു രണ്ടാമത്തെ കാരണം തോന്നുന്നുണ്ട സബറെടുത്തില്ലെങ്കിൽ നിക്ക് നഷ്ടം മഹിളാ സമാജ അവലൊട്ടിಗೆ എല്ലാവലൊട്ടിಗೆ നിന്റെ ആരുമില്ല അപ്പൊ എന്നെന്താക്കണോ എന്നെന്ത് മാടിത്തുണ്ടോ മാറായ വേറൊന്നും ചൊല്ലില്ല ലാസ്റ്റ് അവളും അങ്ങനവേ നീ കണ്ടീര് വിട്ടോണ്ടുള്ളേ മാപ്പിളന്റെ വിഷയത്തില് പണിക്ക് പോവാതെ കണ്ട് നിസ്കരിക്കാതെ കണ്ട് നിലപാടില്ലാതെ കണ്ട് ഒരു സ്നേഹത്തോടൊരു വാക്ക് പോലും പറയാതെ നല്ലൊരു പുരുഷ കാട്ടാണ്ട് കാണ്ടാ മൃഗത്തെ പോലെ പെരുമാറിയോണ്ടുള്ള മാപ്പിളുടെ വിഷയത്തില് നീ ബേജാറായിട്ടുള്ള ഉമ്മ സബറെടുത്തോ ദ്വാരുന്നോ അല്ല ഉസ്താ ഇത് എങ്ങനായോ എന്ന് കേട്ടെങ്കിൽ നിണ്ടൊട്ടും ചൊല്ലവരേ ഉത്തറ പൊന്നുമോലെ അവന്റെ കറുത്ത താടി കണ്ടിട്ടാകുമ്പോ നീ എന്താ അബ്ബറിട്ട് ചൊന്നൊക്കെ അവനെയാവൂ അബ്ബാ നിങ്ങൾ വേറൊന്നോരെന്നാ നോക്കിയെങ്കിൽ നാ പോയിട്ട് തുള്ളുവേ നീ ചൊന്നില്ലെന്ന് ഇപ്പൊ എന്താ തുള്ളാത്ത നീ ഇപ്പൊ എന്തായി അന്റെ അബ്ബ ഹിരിയന്മാരെല്ലാം നല്ലത് നോക്കിയിട്ട് അപ്പുറപ്പുറം ഏതൊരു അബ്ബം കൊണ്ടിട്ട് മോളെ കുതിക്കിടുവാ അള്ളാന്റെ ലോകത്ത് ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ചന്തത്തിലാണോ ഞങ്ങൾ മേലാണോ ഞങ്ങൾ ടോപ്പിലെത്തണോ ഞങ്ങൾ ഒരു ഉഷാറാണോ എന്ന് ലോകത്ത് എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി വിചാരിക്കുന്ന ഒരേ ഒരാൾ ഞങ്ങളപ്പ
അള്ളാഹു ഞങ്ങൾ അബ്ബ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ആഖിറം അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ അബ്ബ ഉമ്മക്ക് അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റുകൊടുക്കട്ടെ. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ അബ്ബ ഉമ്മ അബ്ബ അയാൾ കറുത്ത മനുഷ്യൻ വിചാരിച്ചോ എന്നും അയാൾ ആശങ്കണമെന്നുണ്ടാ നണ്ട മോണ് വെൽത്തിട്ട് മുട്ട പോലാണോ? അതേ ടൈമിൽ നാണ് കറുത്തിട്ടല്ല, നാ വെൽത്തിട്ടേ അല്ല, ഉദാഹരണം അല്ല, റിയല്ലേ ഉദാഹരണം എന്ത്, നാ വെൽത്തിട്ടല്ലേ നാണ് വെൽത്തിട്ട്. ഇനി നിങ്ങളെ പറ്റി നണ്ട വിചാരം തോന്നുന്നുണ്ടാ നണ്ടക്കാട്ടി നിങ്ങൾ നല്ല ഗ്ലാമർ ആണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കാലേ. അതേ ടൈമിൽ അങ്ങനെ വിചാരിച്ച ഒരാള് നണ്ടപ്പ അല്ലേ? നണ്ടപ്പ നക്ക് മാർക്ക് 97. നണ്ട ഏറ്റവും വലിയ ആശ ആഗ്രഹം തോന്നുന്നുണ്ടാ ഇനി ലോകത്ത് 6 വിജ്ഞാന സമാജ ഗണിത എന്ത് പരീക്ഷ എഴുതിയെങ്കോ അങ്ക് 97 കിട്ടോ തീറ. അത് നണ്ട മാർക്ക്, അങ്ക് 1 മാർക്കും കമ്മിയാണ് അല്ലേ? എന്ന് നണ്ട അബ്ബ അയാൾ ഇപ്പോഴും വിചാരിച്ചോണ്ടുള്ള എന്തോ വന്നിട്ടുണ്ടാ നിങ്ങൾ അബ്ബ ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ മാർക്ക് കുറഞ്ഞത്. ഇങ്ങ നന്റെ കിടാവു ടോപ്പിലെത്തണം. ഞങ്ങളെപ്പറ്റി മേലാണോ മീത്ത പോണോ എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരാള് ഞങ്ങളബ്ബ. അള്ളാഹു ഞങ്ങളബ്ബ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. ഞങ്ങളെ ഓരോ നന്മകളുടെ കൂലിയും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ആഖിറം അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ അബ്ബ ഉമ്മാക്ക് അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റുകൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റുകൊടുക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹു ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. എപ്പോഴും ദ്വാരക്കണം ഇരിക്കട്ടെ. ഞാൻ വിഷയത്തിലെല്ലാം പോകുന്നില്ല. അപ്പോൾ മഹാനായ റിഫായ് ശേഖ് തങ്ങൾ പറഞ്ഞെന്തോ വന്നിട്ടുണ്ടാ മക്കളെ, സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിൽ നിങ്ങൾ നണ്ട കണ്ടാറല്ലേ, ആ ഉന്നതമായ ദർജയിൽ മേലായ റബ്ബ് നണ്ട എത്തുപാട്ട കാരണം എന്തോ വന്നിട്ടുണ്ടാ ആ പെഞ്ഞായിൻ്റെ ദുസ്വഭാവത്തിൻ്റെ പേരിൽ, അവളെ ദുർനടപടികളുടെ പേരിൽ, അവളെ ദുരാചാരത്തിൻ്റെ പേരിൽ ഞാൻ നല്ലോണം സബുറെടുത്തിട്ട് അവളൊട്ടികമേ ഉള്ളല്ലേ, അതൊക്കെ ഫലായിട്ടല്ല തന്ന കൂലി. എങ്ങനുണ്ട് അങ്ങനെ സബുർ? ഞങ്ങ ഡൈവോഴ്സ് പഞ്ചായത്തിക അങ്ങനെ വിളിക്കണം, അങ്ങനെ വിളിക്കണം, നീ പോ അവിടെ പോ. എനിക്ക് സ്വർഗത്തിൽ എത്തണ്ടേ? സ്വർഗ വേറെയില്ലൂടെ, പുത്തൂറു വിട്ടന്റെ ഇടയിലുള്ള സ്വർഗം അല്ല ഇത് ഒരേ സ്വർഗ. ആ മഹാന്മാർ കടന്ന് സ്വർഗത്തിൽ പോണ അങ്ങളെ പോലമേ ജീവിക്കണോ? അതാണ് മഹാന്മാർ. അവർ ലോകത്ത് അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർ ലോകത്തെ വലിയ മഹാൻ. നിങ്ങൾ നോക്കൂ, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ്. കന്നഡികനല്ല, അറ്റ്ലീസ്റ്റ് ദക്ഷിണ കന്നഡ സൗത്ത് കന്നഡയുടെ ആളല്ല, ഞങ്ങളെ കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളല്ല, നക്ക് നിക്ക് ഭാഷകാരനല്ല, ഈ നാട്ടുകാരനേ അല്ല. 1000 ആണ്ടുകളായി ആ മഹാനുഭാവൻ ഇറാഖിന്റെ മണ്ണിൽ ജീവിച്ചിട്ട് മരിച്ചുപോയി. പക്ഷേ ഇന്നും ആ മഹാൻ ലോകത്തതാ മനുഷ്യന്മാരുടെ കൽബിലാണ്, ചിരഞ്ജീവിയാണ്, അവർക്ക് മരണമില്ല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ഖുർആനാണല്ല, ഐ ഫീ ഖുലൂബി ഇബാദിഹി മവദ്ദതൻ വമഹബ്ബ. നല്ലവരെ സംബന്ധിച്ച, സ്വാലിഹീങ്ങളെ സംബന്ധിച്ച, അള്ളാനെ പേടിച്ച് ജീവിച്ച ആണുങ്ങളെ പെണ്ണുങ്ങളെ സംബന്ധിച്ച, മഹാനരായ റിഫായി ശേഖ് തങ്ങളെ സംബന്ധിച്ച ലോകത്തുള്ള ജനമനസ്സുകളുടെ കൽബില് അല്ലാഹു തആല വലിയ സ്നേഹവും ആദരവും ഇട്ടുകൊടുക്കുക. അവരെ മറക്കാൻ അല്ല വിടല. അവർ ചിരസ്മരണീയരാണ്, അവർ ചിരഞ്ജീവികളാണ്, അവർ കാലാകാലം മനുഷ്യന്മാരുടെ കൽബില്, ജനങ്ങളുടെ കൽബില്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ കൽബില് ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അവർക്ക് മരണമില്ല. അവരെ നല്ലോണം പിരിശം വെച്ചോ. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ സിയാറത്തിന് ചെന്നു. ആരെ? ഹബീബുനാ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് പോവുകയാണ്. ആ മഹാൻ ഇടക്കിടക്ക് അങ്ങനെ പോവലുണ്ട്. അവർക്ക് ആത്മീയ ലോകത്തും അങ്ങനെ ഒരു സഞ്ചാരമുണ്ട്. അത് വലിയൊരു പാഠം. നിങ്ങൾക്ക് വേഗം അത് തിരിയല്ലേ. ഔലിയാക്കന്മാർ കൂടെ ഇപ്പൊ കണ്ടെങ്കിലും അങ്ങ് ലോകത്തിന്റെ പല ഭാഗത്തും ഇക്കുവാർ. ഔലിയാക്കന്മാർ അങ്ങനെയാണ്. അത് പഠിക്കണ ഒരു വിഷയമാണ്. നിങ്ങൾ ഈ പുത്തൻവാദിന്റെ ഈ സൽപ്പി സുൽപ്പിന്റെ വിഷയം ഒന്നും കേൾക്കണ്ട.
അങ്ക് ഈണ്ട് ചെന്നത് നാളെയല്ല, നാളെ ചെന്നത് മറ്റൊന്നിൽ പായല്ല. അങ്ങനെ മുഞ്ഞാൻ്റെ ഓർത്ത് ചൊന്ന പെറ്റകിട ഓരോ കാതിക്ക് ബാങ്ക് കൊടുക്ക തീരാന്ന്. അതേ പാർട്ടിയിലുള്ളവർക്ക് ഇന്നലെ ചൊന്ന ബാങ്ക് കൊടുക്കണോ ഇക്കാമത്ത് കൊടുക്ക തീരാന്ന്. 8 വോൾട്ട് സുഖമുണ്ട്. ഇത് ദീനല്ലേ? ഇത് ദീനല്ലേ? ഹബീബായ റസൂലുള്ള പണ്ടേ പറഞ്ഞു വല്യവും അക്മൽതു ലക്കും ദീനക്കും. ഇതിന് മാറ്റവും ഇല്ല. ഇതെല്ലാം ക്ലിയർ ആണ്. ഖത്തം ഖലാസ്. എന്തോ നീട്ടോ ഇല്ല, കൂട്ടോ ഇല്ല, എന്തോ പറയില്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ദീന്. അന്ന് ഇന്ന് ഒരുപോലെ, ഒരു മാറ്റമില്ല. അതേ റാത്തിബ്, അതേ ദിക്റ്, അതേ മൗലിദ്, അതേ തറാവിഹ്, അതേ ഖുതുബ, അതേ ജുമുഅ, അതേ നിസ്കാരം, അതേ സ്റ്റൈൽ. ഒരു മാറ്റം. ഇതിപ്പോ എന്തായി? മുഞ്ഞാന്ന് ഓർത്ത് അതിൻ്റെ കാട്ടി മുന്നേ ഒരു 10-15-20 നാളായി അവിടെ പിന്നെ കണ്ണൂരിൽ അവിടെ കോഴിക്കോട് ഓർത്ത് പ്രസംഗിച്ചിട്ട് ചൊന്ന റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന ബുഖാരിൻ്റെ ഹദീസ്, ഈച്ച തണ്ണിൽ വീണെങ്കിൽ അതിന് നിങ്ങൾ ഫുള്ള് മുക്കിയിട്ടെടുത്തിട്ട് പുറത്തേക്ക് ഇടണമെന്ന് റസൂലിൻ്റെ ഹദീസുണ്ട്. ഈച്ച ഉണ്ടല്ലേ, ഈച്ചല്ലേ, പൂച്ചല്ല, ഈച്ച. ഈച്ചക്ക് ഇങ്ങനത്തെ ചൊല്ലോ. അങ്ങനെ ഇത്ര ഗാബരിയായി നക്കാതെ ഡൗട്ടു ഇങ്ങനത്തെ പോയിക്കാണ് ബായ് കൊടുത്തു. ഇപ്പോൾ ഈപ്പ കറക്റ്റാ. അത് ഞാൻ ഫസ്റ്റ് ചൊന്നല്ലേ, നിങ്ങൾ എല്ലാ ഭാഷ നക്ക് ബണ്ടില്ലേ. ഇപ്പം കറക്റ്റായി, മാഷാ അല്ലാ. ഈപ്പ ഈച്ച ഇപ്പം നിങ്ങൾക്ക് പിടിയല്ലേ? ഈച്ച നോണ യെസ് അല്ലേ? നോണല്ലേ? നോണ നോണം ചൊല്ലുമ്പോൾ അവിടെ ഒരു ബാലക്കാറാവണ്ടേ പിക്ചർ നോക്കിക്കൊണ്ട് അതിനെ തിങ്ക് ആയിക്കൊണ്ടുണ്ട്. അത് വിടൂ. ഈച്ച ഉണ്ടല്ലേ, തണ്ണിക്ക് വീണെങ്കിൽ കുടിക്കുന്ന തണ്ണിക്ക് വീണെങ്കിൽ പാളാട്ട്, തെളിയാട്ട്, സെർബത്താട്ട്, ജ്യൂസാട്ട്, ഷേക്കാട്ട്, കട്ടൻ ചായാട്ട്, എന്തോ ആട്ട്, അത് തണ്ണിക്ക് വീണെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതതിൻ്റെ നാച്ചുറൽ പ്രകൃതി സ്വഭാവം എന്തോ എന്തുണ്ടാ. ഈച്ച എപ്പോൾ തണ്ണിക്ക് വീണെങ്കിലും അതിൻ്റെ ഒരു രംഗെ മുങ്ങിട്ടിക്കൂ, പിന്നെ ഒരു രംഗെ പൊന്തിട്ടേക്കൂ. 2 രംഗെ താത്തിട്ട് ബീതയില്ല തണ്ണിക്ക്. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റാക്കി നോക്കോ. പൂച്ച നിങ്ങൾ എത്ര മേൽന്ന് വേണമെങ്കിൽ നിങ്ങൾ എറിയോ, അത് 4 കാലിലേ കീഴ് വീഴും. അത് മിനാർത്ത് വീണങ്ങോ അങ്ങനമേ, ബിൽഡിങ്ങിനെ മുകളിൽ വീണങ്ങോ അങ്ങനമേ, നിങ്ങൾ എറിഞ്ഞങ്ങോ അങ്ങനമേ, നിങ്ങൾ തിരിച്ച് മറിച്ചിട്ട് റൊട്ടേഷൻ ആക്കിയിട്ട് എറിഞ്ഞെങ്കിലും പൂച്ച കീഴ് പറയുമ്പോഴത്തേക്കും 4 കാലിലേ വേണ്ടോ. അതതിൻ്റെ പ്രകൃതി സ്വഭാവം അതിൻ്റെ. അതേപോലെ ഈച്ച. പക്ഷേ ഈച്ചക്കൊരു പ്രത്യേകത എന്തോ തോന്നുന്നുണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ആണ്ട് മുന്നേ ചൊന്തു. അങ്ങനെ ഈച്ചയെ തണ്ണിക്ക് വീണെങ്കിൽ അതിൻ്റെ ഒരു രംഗ മുക്കിയിട്ട് പിന്നെ ഒരു രംഗ പൊന്തിച്ചിട്ട് അതിൽ ബുൾഡോ ചൗറോ നിങ്ങൾ അതിനെ എറിയുമ്പോഴത്തേക്കും അതിനെ ഫുള്ള് മുക്കിയിട്ട് 2 രംഗയും മുക്കിയിട്ട് നിങ്ങൾ എറിയണോ. എന്തുക അത് മുക്കിയാറെങ്കില് അത് പിന്നെ വൈറസ് ഉണ്ടോ, ആന്റിവൈറസ് അല്ല, വൈറസ് ഉണ്ടോ, ബാക്ടീരിയ ഉണ്ടോ, അണുക്കളുണ്ടോ, വിഷാംശങ്ങളുണ്ട്. അത് നിങ്ങളെ ചായല്, പാലില്, തെളിയല്, കാപ്പില്, കുടിക്കുന്ന തണ്ണിയില് മിക്സ് ആയിട്ടുണ്ടോ? ഏതാ മുക്കിയ ചിറകില് ആ വൈറസ്, ആ അണുബാധ, ആ വിഷാംശ, അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ആന്റി വൈറസ് പ്രതിവിധി അതിന്റെ മറ്റേ ചിറകിലുണ്ടോ, പിന്നൊരു ചിറകിലുണ്ടോ, മുക്കാത്ത ചിറകില് പൊന്തിയിട്ടുള്ള ഇറങ്കലുണ്ടോ? അത് വേണായിട്ട് ആ തണ്ണില് കലർന്നു പോയ വിഷാംശത്തെ എടുക്കുവേണായിട്ട്, അതിൽ വീണ ബാക്ടീരിയകളെ കളയാ വേണായിട്ട്, വൈറസുകളെ റിമൂവ് ആക്കുവേണായിട്ട് അതിന്റെ ആന്റി വൈറസ് ഉള്ള മറ്റേ റങ്ക ചിറകറ നിങ്ങൾ മുക്കിയിട്ടേ എടുക്കണോ. കാരണം അതിന്റെ വിഷാംശം എടുക്കോ. ഇതിൽ പ്രതിവിധിയല്ല പടച്ചീറ്. മനസ്സിലായി എനിക്ക്? ഇത് ബുഖാരിന്റെ ഹദീസാ. ഇത് ബുഖാരിയാണ്. ഏതാ ബുഖാരി? ബുഖാരി ശരീഫാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ആണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളായ മനുഷ്യർ കണ്ണടച്ച് സ്വീകരിക്കേണ്ട കിതാബാണ് ബുഖാരി. ചോദ്യം പാടില്ല, സംശയിക്കാൻ പാടില്ല. അത് ബുഖാരി ശരീഫാണ്. വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ ഒരു വിശ്വാസി, മലയാളിയാകട്ടെ, കന്നഡികനാകട്ടെ, അറബിയാകട്ടെ, അല്ലാത്തവനാകട്ടെ, ലോകത്ത് 2 കൈയും പിടിച്ച് സ്വീകരിക്കേണ്ട കിതാബാണ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരിന്റെ ഹദീസാണ് ഈ ഹദീസ്. ഏത് ഹദീസ്? ഈപ്പ ഹദീസ്. മനസ്സിലായി എനിക്ക്? ഇത് വിഷയിച്ചൊന്നിട്ടു ഇതിനെ വയലാക്കിയിട്ട് സ്പീച്ചാക്കിയിട്ട് അവിടെ ഒരു പുത്തൻവാദി, ഒരു നൂതനവാദി പ്രസംഗിച്ചെന്തരവന്തുണ്ട ആ ഹദീസ് വിശ്വസിക്കോ തീരാ. ആ റസൂലുള്ളാഹി തങ്ങൾ ചൊന്നത് അത് വിശ്വസിക്കോ തീരാ. വിശ്വസിക്കണമെങ്കിൽ ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ആക്കണോ. ലാബിൽ കൊണ്ടുപോയിട്ട്, ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട്
ടെസ്റ്റ് ആക്കണോ എന്തിനാ ഈച്ച ടെസ്റ്റ് ആക്കിയിട്ട് ഡോക്ടർമാരെല്ലാം വിധി എഴുതിറാറ് സംഗതി നേരെ. മാത്രമല്ല ആൻറ്റിവൈറസ് ഉള്ള ചിറകുണ്ടല്ലേ, അതിൽ നിന്ന് ക്യാപ്സ്യൂൾ അടക്കം ഇപ്പം മെഡിക്കലിൽ കിട്ടും. ഞങ്ങളെ തടിയിലുള്ള പല വിഷാംശത്തേക്ക് പരിഹാരമായിട്ട് ഉണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ഗുളിക വരുന്നുണ്ട് ഈച്ചൻ്റെ പിന്നെ ഒരു ചിറകിൻ്റെ വിഷാംശം ഇല്ലാത്ത ചിറകുണ്ടല്ലേ, ആൻറ്റിവൈറസ് ഉള്ള ചിറക്. അതിൻ്റെ ഇതെടുത്തിട്ട് അതിൻ്റെ കോശം എടുത്തിട്ട് മരുന്ന് വരെ മെഡിക്കലിന് ലോകത്തുണ്ടോ. ഇതെന്തോ അറിയാതെ ഈ മനുഷ്യൻ പറയാണ് റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന ഈ വിഷയ ഇത് വിശ്വസിക്കണമെങ്കിൽ ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ആക്കണോ. അതായത് റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കാൻ പറ്റാല, വിശ്വസിക്കണമെങ്കിൽ ലാബ് റിപ്പോർട്ട് കറക്റ്റ് പറഞ്ഞു. അപ്പോൾ ബെൽദാരി ലാബ് റസൂലുള്ള അല്ല. എങ്ങനെയുണ്ടോ എൻ്റെ ഈമാന്? ഇതാ എൻ്റെ ഈമാന്. ഞാൻ ആക്ഷേപിക്കുന്നതല്ല, കുറ്റപ്പെടുന്നതല്ല. അപ്പൊ അതിന്റെ ബാക്കിൽ നിന്നൊന്നും കൂടാൻ നിൽക്കണ്ട. മഹാന്മാരെ മുറുകെ പിടിച്ചോ, അവരെ സ്നേഹിച്ചോ, അവരെ നല്ലോണം ഇഷ്ടപ്പെട്ടോ, അവരെ മേലെ ഫാത്തിഹ ഓദിക്കോ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ സിയാറത്തിന് ചെന്നു. ഹബീബായ നബി തങ്ങൾ ഖബർ ഷരീഫിലാണ്, റൗള ഷരീഫിലാണ്. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ അഹ്മദുൽ കബീർ റിഫായി ശൈഖ് തങ്ങൾ വളരെയധികം ഭക്തിയോടെ ഭവ്യതയോടെ അവിടെ നിന്നിട്ട് പറഞ്ഞു, നബിയാ ഞാൻ സാധാരണ നിങ്ങളെ സിയാറത്തിന് വരലുണ്ട് നബിയാ, തടിയോടെ വരലുണ്ട്, ആത്മീയ ലോകത്തും വരലുണ്ട്, തടിയോടെയും വരലുണ്ട്. ഇന്നതാ നബിയാ ഞാൻ തടിയോടെ വന്നിരിക്കുന്നു നബിയാ, നിങ്ങളെ മുമ്പില് ഞാൻ നിൽക്കുകയാ നബിയാ, എനിക്കങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരുമോ നബിയാ, എനിക്കൊന്ന് ചുംബിക്കാൻ. എത്രയോ വലിയവരായ മഹാന്മാരായ ഇമാമിങ്ങള്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല, എത്രയോ മഹാന്മാരായ ഇമാമിങ്ങള് അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച സ്വഹിയായ സനദോട് കൂടിയിട്ടുള്ള സംഭവമാണിത്. കാൽപ്പനിക കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുരാണമല്ല, വളരെയധികം മനോഹരമായ സനദോടുകൂടിയുള്ള ചരിത്രമാണ്. ഇമാമിങ്ങൾ പറയുകയാണത്. റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് നിന്നിട്ട് മഹാൻ പറഞ്ഞു, നബിയാ അങ്ങയുടെ കൈയൊന്ന് നീട്ടുമോ, എനിക്കൊന്ന് മുത്താൻ, എന്റെ ഹബീബിന്റെ പരിശുദ്ധ ഹസ്തമൊന്ന് ചുംബിക്കാൻ, ആ തിരുകരമൊന്ന് പിടിക്കാൻ ഈ സാധുവിനൊരു അവസരം തരുമോ നബിയാ. ഫിഹാലത്തിൽ ബുദീറു കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർളു പിന്നെ മഹാനോറുകൾ പാടുകയാതെ ഞാൻ ഒരുപാട് കാലം ദൂരെ നിന്ന് നിങ്ങൾ ആത്മീയ ലോകത്ത് സന്ദർശിച്ചിരുന്നു നബിയാ. അതുകൊണ്ട് നബിയാ ഇപ്പൊ ഇതാ നിങ്ങളെ മുമ്പിലാണ് നബിയാ, പൊന്നാര നബിയാ, അവിടുത്തെ പരിശുദ്ധമായ ആ തിരുകരം, ആ തിരുഹസ്തം, ആ തിരുകൈ ഒന്ന് നീട്ടിത്തരോ നബിയേ. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ അതേ റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധ ഖബറിന്റെ ഉള്ളിൽ നിന്നിട്ട് മുത്തുനബി തങ്ങളെ രണ്ട് കൈകളും പുറത്തു വരുന്നു. മതിവരവോളം ചുംബിച്ചിട്ട് തീരേണ്ട താമസം ആ കൈ ഉൾവലിഞ്ഞു, ഉള്ളിലേക്ക് പോയി. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ തീരാത്ത മഹത്വത്തിന്റെ ഉടമയാണ്, വിശാലമായ കാഴ്ചപ്പാടിന്റെയും നിലപാടിന്റെയും ഉടമയാണ്, വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയാണ്, അപാരമായ ജ്ഞാനത്തിന്റെ ഇൽമിന്റെ ഉടമയാണ്, ഒരുപാട് കശ്ഫ് കറാമത്തിന്റെ ഉടമയാണ്, എണ്ണിയാൽ തീരാത്ത മഹത്വത്തിന്റെ ഉടമയാണ്. അല്ലാഹു മഹാനരുടെ മദതും ബർക്കത്തും നൽകട്ടെ. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലിയൻ അനല ബിഹിം ശഫാഅ وأكره من تجارته الماسي وإن كنا سواء في البلاد. മഹാന്മാരെ പിരിശം വെച്ചോ, ഞങ്ങൾ മഹാന്മാരല്ല, എന്നാലും അവരെ പിരിശം വെക്കൽ കൊണ്ട് ഞങ്ങൾ നല്ലതായ ഒരു സ്ഥാനത്തേക്ക്, സമാധാനത്തിൻ്റെ, റാഹത്തിൻ്റെ, ശാന്തിയുടെ നല്ലൊരു പോസ്റ്റിലേക്ക് അല്ലാഹു ഞങ്ങളെ എത്തിക്കും. ഞങ്ങൾ മഹാന്മാരല്ല, ഞങ്ങൾ സ്വാലിഹീങ്ങളല്ല, പക്ഷെ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചെങ്കിൽ ഞങ്ങൾ സ്വാലിഹാവും. ആയില്ലേ? വഫാമിനുഹും കൽബുഹും. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 7 ഔലിയാക്കന്മാർ മനുഷ്യരാണ്. ആ 7 ഔലിയാക്കന്മാരെ ബാക്കിന്ന് പോയ ഒരു 8ാമത്തെ വലിയുണ്ട്, അതാണ് നായ. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ
കിത്മീർ എന്ന നായ. ആ നായ ലോക്കൽ നായല്ല. ഞാനും നിങ്ങൾ ഓതുന്ന ആയത്താണ്. അവരിൽ എട്ടാമൻ, അവരെ പോലെ അല്ലാഹു ഏറ്റെടുത്ത എട്ടാമൻ, അവരെ പോലെ വിലായത്തും കറാമത്തും അല്ല കൊടുത്ത എട്ടാമത്തെ ആൾ. കൽബുഹും നായ. നായന്ത് താജു നിസ്കരിച്ച, നായന്ത് നോമ്പ് നോക്കിയ, നായന്ത് നിങ്ങൾ എതിർക്ക് ബക്കറ്റ് വന്നപ്പോ നിങ്ങൾ 150 എല്ലാം ഇട്ട പോലെ നായും ഇട്ട? ഇല്ലല്ലോ, ഇല്ല. നായന്ത് ചെയ്ത? മഹാന്മാരെ പുരുഷൻ വെച്ചിട്ട് ബാക്കിന്ന് കൂടി. ബാക്കിന്ന് കൂടിയപ്പോ സജ്ജനറ സഹവാസ ഹെജ്ജേണു സവിദന്തെ, സർവജ്ഞ അല്ലേ? മഹാന്മാരെ പുരുഷൻ വെച്ചെങ്കില് നീ അവരോടൊപ്പം, നീ അവരെ കൂടെ ചേരും. وأكره من تجارته الماسي وأكره من بضاعته الماسي وإن كنا سواء في البلاء. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. എന്നാലും പാപം ചെയ്യുന്നവരെ കാണുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അവരോട് ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പില്ല, അവരോട് ഞങ്ങൾക്ക് ചങ്ങായിപ്പാട് വേണ്ട. കാരണം ഞങ്ങൾ പാപികളാണെങ്കിലും, ഞാൻ പാപിയാണെങ്കിലും മറ്റുള്ളവരും അതുപോലെയാണോ എനിക്ക് ആശയില്ല. അങ്ങനെ നേരാണോ എന്നാണ് നണ്ടാശ. ഇപ്പൊ സ്വാലിഹീങ്ങളെ വിരുഷം വെച്ചോ, അല്ലാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ബക്കറ്റല്ല പോയ പെണ്ണുങ്ങളുടെ അടുത്തേക്കല്ല പോയിട്ട് വന്നല്ലേ, പിന്നെ മുണ്ടല്ലേ, ആട്ടുപോട്ട്. അല്ലാഹു തആല തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്താക്കട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, നാളെയും മറ്റന്നാളെല്ലാം വലിയവരായ മഹാന്മാർ ഇവിടെ വരുന്നുണ്ട്. തങ്ങന്മാർ, കുമ്പോൾ തറവാട്ടിൻ്റെ മഹാനായ തങ്ങൾ സയ്യിദ്, പിന്നെ ആറ്റക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ വലിയവരായ മഹാന്മാർ ഒരുപാട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മൗലാന ബുഖാരി നാദാപുരം തങ്ങൾ, ജാഫർ സാദിഖ് തങ്ങൾ, അതുപോലെ തന്നെ പ്രഗത്ഭ പണ്ഡിതന്മാരായ ഉമറുൽ ഫാറൂഖ് സക്കാഫി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂഫി വര്യനായ ഷെയ്ഖുന അസ്ഗർ ഫൈസി ബുള്ളൂർ ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ദാരിമി, അങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കളൊക്കെ ഒരു നാളുകളിൽ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ നേരത്തെ വന്നിട്ട് പരിപാടി സഹകരിക്കണം, വിജയിപ്പിക്കണം. ഇന്ന് കുറച്ച് ലേറ്റായത് അത് തുടക്കാൻ അങ്ങനെയാണ്. സ്റ്റാർട്ടിങ്ങിൽ തെല്ല് അപ്പുറപ്പുറമെല്ലാം ആവും, അതെപ്പോഴും അങ്ങനെ ഇൻഷാ അല്ലാഹ് പിന്നെ അത് കണ്ടീഷനാവും. ഇണ്ട് ലേറ്റായിട്ടൊന്നുമില്ല. ആ ടൈമിಗೆ തുടങ്ങിയത് നിങ്ങൾ ആ ടൈം കീപ്പിംഗ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഉസ്താദ് ചെന്നോന്തര വന്നിട്ടുണ്ട ഉസ്താദ് തുടങ്ങറമേ നിങ്ങൾ ഇപ്പോൾ ചോറ് ഉണ്ടകെ തീറാം പിന്നെ മേൻ. ടൈം കീപ്പിംഗ് മസ്റ്റ്. ഞാൻ കേട്ട ഉസ്താദ് മണി 8:40 അതും ഉച്ചക്ക് വേയിച്ചതല്ലേ, ഇനി 2 ഗಂಟೆ കൽക്കിടണ്ടേ. അപ്പോൾ ആൾ ചെന്നോന്തര വന്നിട്ടുണ്ട? ഇല്ല ഉസ്താദ്, നോ എക്സ്ക്യൂസ്. ചോറ് പിന്നെ ലാസ്റ്റ് പിന്നെ പ്രസിഡന്റ് എല്ലാം മുണ്ടിയിട്ട് ഒപ്പിച്ചിട്ട് ശരിയാക്കിയോ 2 ബേക്കട്ടു സാർ, ബേച്ചിട്ട് വരട്ടെ. നിങ്ങൾ ആ ടൈം കീപ്പിംഗ്, ആ വിഷയത്തിൽ നിങ്ങളെ കർശന നിലപാട് നടന്നത് അഭിനന്ദനാക്കറ. എന്നൊക്കെ ഭയങ്കര സന്തോഷമായിറ്, ಖುಷಿಯಾಯಿರು. ಬೇಗ തുടങ്ങിയിട്ട് ಬೇಗ ನಿಪ್ಪಾಟೋಣ, ആള് ബർട്ട് ബറാണ്ടിക്കട്ടെ. പിന്നെ റായത്തങ്ങല്ല വന്ന് പിന്നെ തുടങ്ങാൻ ചെല്ലിട്ട് നിങ്ങൾ വെച്ചം കൊണ്ടല്ലേ ഞങ്ങൾ കേറാണ്ട് ആരും പറയല്ല. ഒന്നു ബിൽച്ചങ്ങ ಎಲ್ಲ ಬರೋ ಇದು ಮಹಿಳಾ ಕಬಡ್ಡಿ ಪಂದ್ಯಾಟೋ ಅಲ್ಲ. നിങ്ങൾ ആധാറിനല്ലൊന്നും ലേറ്റാക്കണ്ട. 4 ആളായെങ്കോ 40 ആളായെങ്കോ ഏത് വിഷയങ്ങോ അങ്ങനെ ಬೇಗ. ഒന്നാമത് ഇത് ചലിൻ്റെ ടൈമോ, രണ്ടാമത് മക്കൾക്ക് ക്ലാസ്, മദ്രസ, സ്കൂളോ, മൂന്നാമത് ഒരുപാട് ಹಿರಿಯ വ്യക്തികളുണ്ട്, വയസ്സന്മാരെല്ലാം ഉണ്ടോ. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ബാല്യക്കാർക്ക് ഷുഗർ, പ്രഷർ, പിന്നെ വയസ്സന്മാർക്ക് അതേ ചെല്ലണ്ടല്ലേ. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. അപ്പോൾ ഇത്ര ಬೇಗ ആക്കിയിട്ട് ಬೇಗ തുടങ്ങിയിട്ട് ಬೇಗ നിപ്പാട്ടുണ്ട്. ഇണ്ടു ഇൻഷാ അല്ലാഹ് ಬೇಗ തുടങ്ങി ಬೇಗ തീന്ത് അൽഹംദുലില്ലാ റാഹത്ത്. അത് എനക്കും ഭയങ്കര റാഹത്ത്. എന്തേ നക്കിയനും കുറേ പോണ്ടേ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ, നാളെ ജാവ് പ്രസംഗം ഉണ്ടോ, അങ്ങനത്തെ നക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടോ. ഞാൻ എൻ്റെ ബിസിയും പവറും ചൊന്നല്ല. ಬೇಗ തുടങ്ങിയിട്ട് ಬೇಗ നിപ്പാട്ടുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷമേ, അത് എല്ലാവർക്കും റാഹത്തെ. പ്രത്യേകിച്ച് വയസ്സന്മാരല്ല, അവരെല്ലാം നോക്കി. ഇപ്പോൾ അവരെല്ലാം നാട്ടിലെ നേതാക്കളാണ്. അവർ ഞങ്ങളെക്കാട്ടും കുറച്ച് മുന്നേ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് വേം ബേച്ചിട്ട് വേം റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നേതാക്കൾ, പ്രായമുള്ളവർ അങ്ങനല്ലേ. എന്നിട്ടും അവർ ആ ക്ഷീണമെല്ലാം മറന്നിട്ട് ഇരിക്കുന്നെന്തേ, ഇതൊരു നല്ല പരിപാടിയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യക്രമമാണെന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും
ഒത്തുകൂടി എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു താല ഞങ്ങളെല്ലാ കാര്യവും കബൂലാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഉസ്താദ് ഇനി എന്താ ലിസ്റ്റ് അച്ചിട്ടാ നമുക്ക് വായിക്കാനുണ്ട ആക്ക ആക്ക ആ ഏലമന്തം കൊണ്ട് കൊണ്ട് ലേട്ടാക്കട്ടെ. നിങ്ങൾ സ്പീഡാക്കണോ ബേ ആക്കണോ? ആ മരിച്ചുപോയ അൽത്താഫ് എന്ന സഹോദരൻ്റെ പേരിൽ മകൻ്റെ പേരിൽ ഇബ്രാഹിം BM എന്ന ആൾ ബോഗിത്തോട്ട, അയാൾ 25 കിലോ അരി ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അൽത്താഫ് എന്ന സഹോദരൻ്റെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഇബ്രാഹിം എന്ന സഹോദരൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ആ മകൻ അൽത്താഫ് എന്ന സഹോദരൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരും ഇവിടെ സംഭാവന തന്നിട്ടുണ്ട്. അതെന്ത് ഉസ്താദ് ചട്ടി ഒന്ന് എത്തിക്കാം. നിങ്ങൾ പിടിക്കണം ഉസ്താദ്, നിങ്ങൾ അവിടെ വെക്കുക. നിങ്ങൾ ഇരിക്കും ഉസ്താദ് ഇരിക്കും. ഞങ്ങളെ കമ്മിറ്റീൻ്റെ ആരെങ്കിലും ഒരു ബാലക്കാറുണ്ടെങ്കിൽ നിങ്ങൾ വരും. നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം അൽഹംദുലില്ലാ. നോക്കാം കാണിക്കും. ദ്വാരക്കൊന്നല്ലേ, അല്ലാണ്ട് കൈമുസാവാത്താക്കിയിട്ട് കിട്ടിയ പൈസ ഇവിടെ ഉള്ളതല്ലേ. നാളെ പണി നാളെ ക്ലിപ്പ് വരും. പിന്നെ അൽഹംദുലില്ലാ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം. ആ തൊട്ട ഫുള്ള് ഒരു ഉസ്താദ് അൽഹംദുലില്ലാ എല്ലാത്തിനും സൗകര്യമാകുന്ന ഒരു പാത്രം, കഞ്ഞി വെക്കാനും പിന്നെ എല്ലാത്തിനും ഉപകാരപ്പെടുന്നൊരു പാത്രം. അത് കൊടുത്തയച്ചവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കട്ടെ. നല്ലൊരു പാത്രം അൽഹംദുലില്ലാ, നല്ലൊരു പൈസക്ക് ബർക്കത്തുള്ളൊരു നാവല് തുടങ്ങി. എത്രയാവും? 313 വന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിളിച്ചെടുക്കുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർ വാഗ്ദാനം ചെയ്തത് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 501 പടച്ചോനെ നീ കബൂലാക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല. 513 വന്ന് 786 വന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 786 വന്ന് പടച്ചോനെ വിളിച്ചെടുക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യ റബ്ബേ. അവരുടെ മക്കളിലും സന്താനങ്ങളിലും അവരുടെ തടികൾക്കും അവരുമായി ബന്ധപ്പെട്ട ഓരോന്നിനും നീ ബർക്കത്ത് ചെയ്യ റബ്ബേ. അവരുടെ മുറാദുകളെ ഹസിലാക്കി കൊടുക്ക റബ്ബേ. 786 2 1000 വന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 വന്ന് 1500 വന്ന് 1500 വന്ന് 1500 3. അള്ളാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. വാഗ്ദാനം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാത്തിനും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, കിട്ടാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ, രണ്ടിനും നീ ഹലാലായ വഴി തുറന്നു കൊടുക്കണം തമ്പുരാൻ. അതൊരു പപ്പായ വേം വിളിക്ക് ലേട്ടാക്കണ്ട. നിങ്ങൾ ലേട്ടാക്കി ഞാൻ എന്ത് വരക്ക്. ഒരു പപ്പായ വിളിക്ക്. ബിസ്മില്ല. 100 റുപ്യ 1 100 200 200 3. ഒരു എന്താണ് ബച്ചങ്കായ് ഒരു ബത്തക്ക. യാ 100 റുപ്യ 1 101 1 ലിറ്റർ പെട്രോളിൻ്റെ പൈസ ആയിട്ടാ. 101 102 102 മുക്കാൽ 103 2 റുമ്മാൻ ദാളിമ്പ. നിങ്ങൾ എന്താ പറയാ? ദാളിമ്പ. റുമ്മാമ്പളം 2 റുമ്മാൻ വിളിക്ക്. ബിസ്മില്ല. 101 102
313 1 313 1 313 2 313 3 ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇനി ആരും പോവരുത്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് അള്ളാഹിന്റെ സ്വർഗത്തിന്റെ തോപ്പിൽ 2 മണിക്കൂറിലേറെ ഇരുന്ന് നിങ്ങ മലായിക്കത്ത് നിങ്ങളെ കൂടെ ഇരുന്ന് നിങ്ങ 5 മിനിറ്റും കൂടി വന്ന് ഇരുന്ന് തരണം. എല്ലാവരും ചെറിയോറ് വലിയോറ് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരി. നമുക്കൊന്ന് മുസാഫാത്ത് ചെയ്യാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തരി. ഇനി ഇല്ലെന്നും സാരമില്ല, നിങ്ങൊന്നിങ്ങോട്ട് വരി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല നീയത്തില് നല്ല മുറാദില് മരിച്ച ഉമ്മ വാപ്പാനെല്ലാം കരുതിയിട്ട്, നിങ്ങളെ കച്ചവടം കാറുപാറെല്ലാം കരുതിയിട്ട്, നിങ്ങളെ കുടുംബത്തെ മക്കളെ കരുതിയിട്ട് നല്ലൊരു പൈസ എൻ്റെ കയ്യിൽ തരി. ഇനി ഇല്ല സാരമില്ല, നിങ്ങൾ ബേജാറാണ്ട. എല്ലാവരും എണിക്ക്. ചെറിയോറ് വലിയോറ് പിറവിലുള്ളങ്ങ എതിരിലുള്ളങ്ങ അവിടെ ദയിച്ചങ്ങ എൽദിയോണ്ടുള്ളങ്ങ എല്ലാവരും വരി. എല്ലാവരും ബിഫല്ലി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ആമീൻ ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ റാജി സയ്യിദാമിൽ കുജംബറായ തമ്പുരാനെ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാ, ആഫിയായ ഇൽമാക്കണേ അല്ലാ, പറഞ്ഞ എനിക്കും കേട്ടവർക്കും നീ ഉപകാരപ്പെടുത്തണേ അല്ലാ. ഇൽമുന്നാഫിൻ്റെ ഖിദ്മത്തിൻ്റെ വഴിയിൽ തഹ്ഖീഖോടെയുള്ള തദ്രീസിൻ്റെയും തഅല്ലുമിൻ്റെയും താലീമിൻ്റെയും വഴിയിൽ ഇഖ്ലാസോടെയുള്ള വഅലിൻ്റെയും നസീഹത്തിൻ്റെയും വഴിയിൽ ഏറിയ ആയുസ്സും അവസരവും ആരോഗ്യവും ഇഖ്ലാസും ഇൽമുന്നാഫിയും ശബ്ദവും എല്ലാം നീ ഞങ്ങൾക്ക് ഏറ്റി തരണം തമ്പുരാനെ. പഠിച്ചോനെ, ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ വാപ്പമാർ, ഭാര്യ മക്കൾ, മക്കൾ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം തന്ന, എനിക്കും മറ്റുള്ള ഉസ്താദുമാർക്കൊക്കെയും ഭക്ഷണം തന്ന സൈനുദ്ദീൻ ആചാര്യയുടെ വീട്ടുകാർ, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ, കമ്മിറ്റി നേതാക്കന്മാർ, ആദരണീയരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് ദ്വാരക്കണേ എന്ന് ഞങ്ങളോട് വസിയ്യത്ത് പറഞ്ഞ എത്രയോ മനുഷ്യന്മാർ, അവർക്കൊക്കെയും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും നൽകണം തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് പൊറുക്കണം തമ്പുരാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ മഹാന്മാരുടെ മദതും ബർക്കത്തും നൽകണം തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലും നിന്റെ താഴത്തിലും നിന്റെ ഇബാദത്തിലുമായി ഇൽമുന്നാഫീൻ്റെ ഖിദ്മത്തിലായി സുന്നത്ത് ജമാഅത്തിൻ്റെ ഈമാനിലായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണം തമ്പുരാനെ. പെട്ടെന്നുള്ള മരണം, അപകട മരണം, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തം, ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികൾ എല്ലാത്തിനും തൊട്ടും നീ സലാമത്താക്കണം തമ്പുരാനെ. അങ്ങനെയുള്ള വല്ലതും നീ ഞങ്ങൾക്ക് കണക്കാക്കിയെങ്കിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ അത് തട്ടി നീക്കണം തമ്പുരാനെ. ഞങ്ങളെ സ്വതക്കയുടെ, ഞങ്ങൾ ചെയ്ത ദുആയുടെ, ഞങ്ങളെ ആമീനിന്റെ, ഞങ്ങൾ ഈ ഒത്തുകൂടിയതിന്റെ, ഞങ്ങൾ ചെയ്ത സകല സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അതിന്റെ മിഥില തവാബ് ഞങ്ങൾക്ക് നൽകുമ്പോൾ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക് വാപ്പാക്ക്, ഞങ്ങളിന്ന് മരിച്ചുപോയവരിലേക്ക്, എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ.
പടച്ചവനെ മരിക്കുന്നത് വരെ കണ്ണടക്കുന്നത് വരെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും നീ പൂർണ്ണ ആരോഗ്യവും നീ നിലനിർത്തി തരണം തമ്പുരാന്. പടച്ചവനെ ഞങ്ങളെ മക്കളെ നീ സന്തോഷത്തിലാക്കണം തമ്പുരാന്. സ്വാലിഹീങ്ങളായ മക്കളെ തരണം തമ്പുരാന്. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാന്. പടച്ചവനെ ഞങ്ങളെ കച്ചവടം ബിസിനസ് ജോലികളിലൊക്കെയും ബർക്കത്ത് ചെയ്യണം തമ്പുരാന്. പടച്ചവനെ ഈ നല്ല സമയം നല്ല മജ്ലിസിൽ നല്ലവനായി നിന്നോട് ദുആരക്കുമ്പോൾ ഞങ്ങളെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളെ നല്ല മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ ഇസ്സത്ത് കാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ. اللهم اغفر لأمة محمد. اللهم استر عن أمة محمد. اللهم أجر أمة محمد. اللهم أعز أمة محمد. اللهم التف بأمة محمد. اللهم سلم أمة محمد. اللهم انصر أمة محمد. اللهم أهلك أعداء أمة محمد. اللهم فرق جماعة أعداء أمة محمد. اللهم وحد علماء أمة محمد. اللهم اجمع بيننا وبين نبينا محمد في دارك دار الأمان. എല്ലാവരും എല്ലാ ഉദ്ദേശങ്ങളും കരുതിക്കോളി. തടിയിലുള്ള രോഗങ്ങൾ കരുതിക്കോളി. നിങ്ങളെ മുറാദുകൾ കരുതിക്കോളി. എല്ലാം കരുതിയിട്ടത് നേരാവണം, ക്ലിയറാവണം, റാഹത്താവണം, സലാമത്താവണം. എല്ലാം കരുതിയിട്ട് എൻ്റെ കൂടെ ചെല്ല്. യാ ലത്തീഫ് ചെല്ല്. യാ ലത്തീഫ് 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 ബിൽ ഇബാദ്. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോൾ നല്ല ദുആയിൽ ഞങ്ങളെല്ലാവരെയും കൂട്ടണോ. നണ്ടിയും എൻ്റെ കുടുംബത്തെയും ആ ദുആയിൽ ചേർക്കണോ. ഇൻഷാ അല്ലാ ഞങ്ങളെ ദുആയിൽ നിങ്ങളും ഒക്കാറ് എപ്പോഴും ഇൻഷാ അല്ലാ ഞങ്ങളും ദുആരക്കും നിങ്ങൾക്ക് വേണമായിട്ട് അല്ലാഹു സ്വാലിഹീങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. وآخر دعوانا الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.